ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് അയല മീൻ വെച്ചിട്ട് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അയല മീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരട്ടെ. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും വെച്ചേക്കണം. കാരണം മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഉലുവയെല്ലാം ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ മുളക് കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ അരിഞ്ഞ് ചേർത്ത് കൊടുത്തും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് മീൻ മുളകിട്ടത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നമുക്ക് ഇരട്ടിയായിട്ട് തോന്നും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. നമ്മൾ അങ്ങനെയും വെക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു മണം കൂടുതലായിട്ട് വരികയും ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണവും മാറി നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴന്നും വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നമുക്കൊരു കുറച്ച് കളറിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം. കാരണം നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇപ്പം ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇല്ല നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്താൽ മതിയെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുന്നത് കൊണ്ട് ഞാനിതിൽ അരച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അപ്പോഴും ചേർത്തില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇല്ല അപ്പോഴും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പാകത്തിനല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ അയലക്കുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതും ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, തീ കുറച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ഈ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. മീനിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേക്ക് എന്താ മണം എന്നറിയോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയല മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെയാണ് മീൻ മുളകിട്ടത് വെക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ വെക്കാൻ പോകുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഓക്കെ.